സോലോ ഗീസ് ഗെയിമറുവിൻ്റെ മറ്റു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ തവണ ഞാൻ ഒരു അപ്ഡേഷൻ വീഡിയോ ചെയ്തായിരുന്നു. അതിൽ ഞാൻ നിങ്ങളുടെ പേര് കമൻറ്റ് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ പേര് വായിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ബ്രോ നമുക്ക് കമൻറ്റ് ഇട്ടു, എൻ്റെ പേര് വായിക്ക് ഓക്കെ. അപ്പോൾ ഹായ് റേൻ, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഗീസ് ഞാൻ ആ പേര് വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇനി വീഡിയോയിലോട്ട് പോകാം. ഹോ ഹോ ഹോ, ഒടുവിൽ എൻ്റെ ആഗ്രഹം സാധിക്കാൻ ഒരു വീട് കിട്ടി. ഹോ ഹോ ഹോ, പക്ഷേ ഈ വേഷത്തിൽ പോയാൽ ശരിയാവത്തില്ല. ഒരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ പോവാം. ഹോ 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 ഹോ. ഗീസ് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയിട്ട് കുറേ നേരമായി. കറണ്ട് വന്നിരുന്ന TV ഒന്ന് കാണാമായിരുന്നു. അമ്മ വല്ലതും തരണേ. എന്തോടെ ഒരു ഒച്ച കേട്ട്, ഒരു ഭിക്ഷക്കാരൻ്റെ ഒച്ച തോന്നുന്നു കേട്ട്. അമ്മ വല്ലതും തരണേന്നല്ലേ കേട്ട്. വാടാ ഷിൻചാനെ, നമുക്കെന്തായാലും പോയി നോക്കാം ആരാണോ ആവോ. ഇവിടെ ഒരു പുള്ളി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് ഒരു ഭിക്ഷക്കാരനായിട്ട് തോന്നുന്നില്ലല്ലോ. നിങ്ങളാരാ? ഞാനോ ഭിക്ഷക്കാരൻ. പക്ഷെ നിങ്ങളെ കണ്ടിട്ടൊരു ഭിക്ഷക്കാരനെ പോലെ തോന്നുന്നില്ല. കാരണം ഇവിടെ ഷൂസൊക്കെ ഇട്ടിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് ഇത്രയും നല്ല ഉടുപ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് കിടക്കാൻ പോലും ഒരു സ്ഥലമില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ഓക്കെ, പക്ഷേ സത്യം പറയണോ, താൻ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ഒരു പാവം ഭിക്ഷക്കാരനാ. എന്താ? ശരി, പക്ഷെ കണ്ടിട്ട് പാവമെന്നൊക്കെ തോന്നുന്നു. പക്ഷേ ഈ പുള്ളിയുടെ ഒരു ഡ്രസ്സിങ് നോക്ക്, കണ്ടോ, ഒരു പിച്ചക്കാരൻ ലുക്കില്ല. എന്തായാലും ഞാൻ ഒരു 50 രൂപ തരാം. അതുപോലെ ഫ്രാങ്കമ്മ, എന്താ ഫ്രാങ്കമ്മ ഈ പറയുന്നത്? 50 രൂപ കൊടുത്ത് വിടാനാണോ? എന്താടാ 50 രൂപ കൊടുത്ത് വിടാനോ? പിന്നെ എന്താ ചെയ്യണ്ട, പറയടാ ഷിൻചാനെ. ഫ്രാങ്കമ്മ, പുള്ളി പറഞ്ഞു കേട്ടില്ലേ ഫ്രാങ്കമ്മ? പുള്ളിക്ക് കിടക്കാൻ പോലും ഒരു സ്ഥലമില്ലെന്ന്. ഇന്ന് രാത്രിയല്ല, മഴ വല്ല പെയ്ത പുള്ളി എവിടെ പോയി കിടക്കും ഫ്രാങ്കമ്മ? അപ്പം നമുക്ക് ഇന്ന് ഒരു ദിവസം പുള്ളിനെ ഇവിടെ കിടത്തിയാലോ? എന്താടാ ഈ അറിയാൻ വയ്യാത്ത ആളിലേക്ക് ഇപ്പോൾ വീടിൻ്റെ അകത്ത് പിടിച്ച് കിടത്താന്ന് വെച്ചാൽ, നീ പറഞ്ഞതൊക്കെ ശരിയാണ് ഷിൻചാനെ. പക്ഷേ എനിക്ക് തന്നെ ഡൗട്ടുണ്ട്, ഇത് ശരിക്കും ഭിക്ഷക്കാരൻ തന്നെ ആണോന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഇയാളെ പിടിച്ച് വീടിൻ്റെ അകത്ത് കിടത്തുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ. ഞാനൊരു പാവം ഭിക്ഷക്കാരനാ. എന്നാലും നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. എന്നെ എന്താ ഒരു വീടിൻ്റെ അകത്ത് പോലും കിടത്താൻ പറ്റത്തില്ലേ? ഫ്രാങ്കമ്പയത്തെ ഇപ്പോൾ പുള്ളി കരയുന്നുണ്ടോ? ഫ്രാങ്കമ്പയ്ക്ക് അയാളെ കരയിപ്പിച്ചപ്പോൾ സമാധാനമല്ലോ. ഫ്രാങ്കമ്പ, എന്താ ഫ്രാങ്കമ്പ ഇങ്ങനെ ഒരു ദുഷ്ട മനസ്സായി പോയല്ലോ ഫ്രാങ്കമ്പയ്ക്ക്? ഇന്നൊരു രാത്രി മാത്രമല്ല പറഞ്ഞല്ലോ ഇവിടെ കിടത്താം. ഫ്രാങ്കമ്പ, എന്താ ഫ്രാങ്കമ്പ ഇങ്ങനെ? എടാ ഷിൻചാനെ, ശരി. എന്നപ്പോൾ നിങ്ങളിപ്പോൾ കരയൊന്നും ചെയ്യണ്ട. ഈ പുള്ളി കരയുന്നതുകൊണ്ടിപ്പോൾ എനിക്ക് സങ്കടമായി. കണ്ടിട്ട് പാവമെന്നാ തോന്നുന്നത്. എടാ ഷിൻചാനെ, ഞാൻ കിടത്താം ഈ വീട്ടിൽ ഇന്ന് രാത്രി. ഓക്കെ. അപ്പോൾ നിങ്ങളിങ്ങ് വാ. ഇവിടെ 2 സോഫയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വല്ലതും കിടക്കാം. ഇവിടെ കിടക്കണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ഇപ്പോൾ ഫ്രണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങുകയും ചെയ്യാം, അല്ലെങ്കിൽ കയറി കിടക്കുകയും ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. പുള്ളി എവിടെ പോയി? ഇവിടെ ഉണ്ട്. ഓക്കെ. വളരെ നന്ദിയുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ഒരാൾ എന്നെ സഹായിച്ചു തരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. അതൊക്കെ എൻ്റെ മനസ്സല്ലേ ഫ്രാങ്കമ്പ. ഞാൻ പറഞ്ഞിട്ടില്ല ഫ്രാങ്കമ്പ. ഫ്രാങ്കമ്പ കിടത്താന്ന് പറഞ്ഞത്. ശരി, നീ തന്നെ. ഓക്കെ, സമ്മതിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ. വാടാ ഷിൻചാനെ, നമുക്ക് ഇന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ചേട്ടാ, ഞങ്ങളൊരു സ്ഥലം വരെ പോവാം. അപ്പോൾ നിങ്ങളിവിടെ കിടന്നോ. പിന്നെ ഇന്ന് രാത്രി മാത്രമേ ഉള്ളൂ കേട്ടോ, ഇതങ്ങോട്ട് പതിവാക്കണ്ട. ഓക്കെ. അപ്പോൾ ഇവിടെ കിടക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തോട്ട് വല്ലതും പോകണമെന്ന് വെച്ചാൽ പോവാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അപ്പോൾ വാടാ ഷിൻചാനെ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. നമുക്കിപ്പോൾ പോയിട്ട് നമ്മൾ രാത്രിയേ വരത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കെന്തായാലും അവിടെ വരെ പോയിട്ട് വരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്കിളിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. അതാണ് സംഭവം. വാടാ ഷിൻചാനെ, കയറ്, നമുക്ക് അവിടെ വരെ എന്തായാലും പോയിട്ട് വരാം. ഓക്കെ, വേഗം കയറടാ. പിന്നെ ഗൈസ്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ പേരൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. പുള്ളി അകത്ത് കയറി പോയിട്ടുണ്ടോ തോന്നുന്നു. ക്ഷീണം കാണും. അകത്ത് കയറി കിടക്കട്ടെ. വാടാ ഷിൻചാനെ, നമ്മൾ ഇപ്പോൾ ആ ഒരു മൈക്കിളിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ്. ഫ്രാങ്കമ്പ, അവിടെ കുറേ കഴിക്കാനൊക്കെ കാണുമല്ലേ?
എടാ മൈക്കിൾ റിച്ച് അല്ലേ, അവിടെ കുറേ കഴിക്കാനൊക്കെ കാണും. നമുക്ക് എന്തായാലും പോവാം. ഇനി രാത്രിയേ നമ്മൾ വീട്ടിൽ വരത്തുള്ളൂ. രാത്രിയായി, ഉറക്കവും വരുന്നു. നമ്മൾ ഇറങ്ങാൻ ലേറ്റായെന്ന് തോന്നുന്നു. കുറേ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടോ ഷിൻചാനെ, വയറ് നിറഞ്ഞ? ഫ്രാങ്ക് നീ പോയിന്ന് ഉറങ്ങണം. എടാ പറഞ്ഞ ഇവിടെ നമ്മളൊരു ഭിക്ഷക്കാരനെ പിടിച്ച് കിടത്തിയിരുന്നല്ലോ. പുള്ളി എവിടെ പോയി? എനിക്കൊന്ന് പുള്ളി അകത്തിന് ഉറങ്ങുവാണോ? വാടാ ഷിൻചാനെ, നമുക്ക് പോയി നോക്കാം. എനിക്കൊന്ന് പുള്ളി ഉറങ്ങുവാന്നാണ്. ഇറങ്ങടാ ഷിൻചാനെ. ഓക്കെ, നമുക്കെന്തായാലും പോയി നോക്കാം. എടാ പുള്ളീനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ ഷിൻചാനെ. ഇനി വല്ലതും കള്ളനും ആയിരുന്നോ? വല്ലതും അടിച്ചുകൊണ്ട് പോയോ? ഇല്ല. ടി വി ഒക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ലൈറ്റ് ഇതൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒന്നും അടിച്ചിട്ട് പോയില്ല. പക്ഷെ പുള്ളി എവിടെ പോയെന്നാലും? ഹോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആരുടെ അത്? എന്റെ പുറകെ കണ്ടോ ഫ്രാങ്ക്? ഇത് ആരാ ഫ്രാങ്ക്? എടാ ഇത് ആരാ? ഹോ നീ രാവിലെ പിടിച്ച് വീട്ടിൽ കയറ്റിയ ഒരു പുച്ചക്കാരനില്ലേ? ഞാനാ പുച്ചക്കാരൻ. ഞാൻ വേഷം മാറി വന്നതാ. ഹോ എടാ ഷിൻചാനെ, നിനക്ക് ഓർമ്മ ഉണ്ടല്ലോടാ? അതാ ഞാൻ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുന്നത്. എടാ ഷിൻചാനെ, പണി കിട്ടിയടാ. ഇനി ഒന്നും നോക്കണ്ട. റെഡി, 1 2 3 ഇറങ്ങി ഓടാ ഷിൻചാനെ. വാടാ, നമുക്ക് കാറിൽ കയറി എങ്ങോട്ടേലും ഓടാടാ. അല്ല പിന്നെ എന്ത് ചെയ്യാം? വേഗം കയറടാ ഷിൻചാനെ. കമൽ നമ്മളെ കൊല്ലുന്നതിന് മുമ്പേ നമുക്ക് എങ്ങോട്ടേലും പോവാം. ഫ്രാങ്ക് ആടെ പോവില്ലാടാ ഷിൻചാനെ. നമ്മളെങ്ങനെ രക്ഷപ്പെടണം? എടാ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ കമൽ വന്നു. വണ്ടി എടുക്കും ഫ്രാങ്ക്. എടാ ഞാൻ ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചിരിക്കുവാടാ ഷിൻചാനെ. പക്ഷെ എന്നാലും വണ്ടി പോകുന്നില്ല. എടാ ഇത് ഈ പ്രേതം കാണിക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ കമല കാണിക്കുന്ന പരിപാടിയാടാ. ഹോ നീയൊക്കെ എവിടെ ഓടിയിട്ടും കാര്യമില്ല. നിന്റെ മുമ്പിൽ ഞാൻ പ്രതീക്ഷപ്പെടുകടാ. ഫ്രാങ്ക് ഇത് നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങോട്ടും നമ്മുടെ പുറകെ തന്നെ വരുവാണെങ്കിൽ ഇതിന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാൻ കാണുമോ ഫ്രാങ്ക്? എന്താടാ ഷിൻചാനെ? ശരിയാ ഫ്രാങ്ക്, ഇറങ്ങി ചോദിക്കും ഫ്രാങ്ക്. എവിടെ പോയാലും ഫ്രാങ്ക് കമല വരും. അപ്പോൾ ഫ്രാങ്ക് ധൈര്യം കാണിച്ച് ഇറങ്ങി പോ ഫ്രാങ്ക്. എന്താടാ? ശരി. എടാ ഷിൻചാനെ, നീ വരുന്നില്ലേ? പോ ഫ്രാങ്ക്, ഞാൻ ഇവിടെ ഫ്രാങ്ക് ചെല്ല്. എന്താടാ ഷിൻചാനെ, നീ വരുന്നില്ല? നീ വരുന്ന വെച്ചാൽ ഞാൻ ഇറങ്ങിയ. എന്തായാലും ഇറങ്ങി. ഇനി അനുഭവിക്കാം. കമലെ, ഞങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാനുണ്ടോ? അതാണോ ഞങ്ങളിങ്ങനെ പിന്തുടരുന്നത്? ഹോ നീ മനസ്സിലാക്കിയല്ലേ? അതെ. എന്താ? അപ്പോൾ ആഗ്രഹം സാധിക്കുന്നുണ്ടോ? ഞങ്ങളെ കൊല്ലാനാണോ? കൊല്ലാനല്ല, നിന്നെ കൊല്ലാനല്ല, പക്ഷെ വേറൊരാളെ കൊല്ലാൻ. കമലെ ഒന്ന് തെളിച്ച് പറയുമോ? അതായത് 1 കൊല്ലം മുമ്പ് ഞാനും ചേട്ടനും അച്ഛനും അമ്മയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു. അപ്പോഴാണ് അച്ഛൻ സ്വത്ത് വീതം വയ്ക്കാൻ പോയത്. സ്വത്ത് വീതം വെച്ചപ്പോൾ എൻ്റെ സ്വത്തും എൻ്റെ ചേട്ടന് കിട്ടാനായി ചേട്ടൻ എന്നെ കൊന്നു. ആ ചേട്ടനിപ്പോൾ എൻ്റെ സ്വത്ത് വിറ്റ് കാശുണ്ടാക്കിയപ്പോൾ ബോംബെയിൽ ബിസിനസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ബോംബെ പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാണ്. അവൻ എന്നെ കൊന്നു. അവനെ കൊല്ലണം, പ്രതികാരം വീട്ടണം. എന്താ? കമലയുടെ ചേട്ടൻ കമലേനെ കൊന്നു. അപ്പോൾ കമലയുടെ ചേട്ടനെ കൊല്ലണം എന്നാണ് അപ്പോൾ പറഞ്ഞു വരുന്നല്ലേ? നിനക്കെന്തോ പറഞ്ഞത് മനസ്സിലായില്ലേ? വണ്ടി എടുക്കുക, വേഗം തന്നെ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവനെ കൊല്ലണം, അവൻ പോകുന്നതിന് മുമ്പ്. എന്താ? പോവാൻ പോവാ. എന്നാലും ഒരാളെ കൊല്ലുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ, നീ തന്നെ കൊല്ലും. എന്താ ഞാനാ? ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. എന്താ? ശരി. പാണ്ഡവന്മാരെ പിടിച്ച് വീട്ടിൽ കയറ്റണ്ടായിരുന്നല്ലോ. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇപ്പോൾ കിടന്ന് ഉറങ്ങേണ്ട ആളായി ഞാൻ. എടാ ഷിൻചാനെ, അവൻ വണ്ടിക്കകത്ത് സുഖമായിട്ടിരിക്കുക. ഓക്കെ. കമലെ, എന്നാലും ഞാൻ തന്നെ കൊല്ലണോ? വേറെ ആരുടെ അടുത്തേലും പറഞ്ഞാൽ പോരെ? നീ മരയ്ക്ക് പറയുന്ന കേട്ടാൽ മതി. ഇല്ലെങ്കിൽ പറഞ്ഞു കേട്ടില്ലേ, നിന്നെയും കൊല്ലും. ഫ്രാങ്ക് വേഗം വാ ഫ്രാങ്ക്. കമല പറയുന്നതൊക്കെ ഞാൻ വണ്ടിക്കകത്തിരുന്ന് കേട്ടു. കമലെ, എന്നാൽ പിന്നെ വേഗം കയറി കമലെ. നീ കേട്ടല്ലേടാ ഷിൻചാനെ? ഓക്കെ. പിന്നെ എന്നെ നിനക്കും വണ്ടിക്കകത്തിരിക്കുന്ന ഈ കൊച്ചെറുക്കനും മാത്രമേ കാണാൻ പറ്റൂ. നീ ആരുടെ അടുത്തെങ്കിലും ഈ കഥ പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. ഓക്കെ. അപ്പോൾ കമലെ, നമ്മളിത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ എവിടെയാണോ പുള്ളിയുള്ളത്?
ഓ നീ ആദ്യം ഇറങ്ങ്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ ഉണ്ട്. ഹോ ഹോ ഹോ, അവൻ്റെ അന്ത്യമാ ഇന്ന്. എടാ വാടാ ഷിൻചാനെ ഇറങ്ങ്. ഓക്കെ, കമല ഇവിടെ എവിടെയാ? എടാ നീ ആദ്യം കാണുന്ന ആ ഒരു ട്രെയിനിൻ്റെ അങ്ങോട്ട് പോ. എന്താ? ശരി ശരി, ഞാൻ ഇപ്പോൾ പോവാം. അല്ല, കമലയുടെ ചേട്ടനെ കൊല്ലാണെങ്കിൽ കമലയ്ക്ക് തന്നെ അങ്ങ് കൊന്നാൽ പോരെ? എടാ ഞാൻ പറഞ്ഞില്ലേ, അതായത് നിനക്ക് ഈ കൊച്ചിറക്കിന് മാത്രമേ എന്നെ കാണാൻ പറ്റൂ. അതുമാത്രമല്ല, എൻ്റെ കുടുംബക്കാരിൽ ആരെയും എനിക്ക് തൊടാൻ പറ്റത്തില്ല. എൻ്റെ കുടുംബത്തിൽ ആരെയും എനിക്ക് തൊടാനും പറ്റത്തില്ല. അപ്പോൾ ദേ ഇവിടെ എവിടെയോ അവനുണ്ട്. വേഗം പോയിട്ട് അവനെ അങ്ങ് തീർത്തേക്ക്, എന്നാലേ എനിക്ക് ശാന്തി കിട്ടൂ. അല്ല, ആരെ പുള്ളി ആരാ? ദേ നിന്റെ ഫ്രണ്ടേ കൂടെ നടന്നു പോകുന്നവൻ ഇവൻ തന്നെ. ഇവനെ അങ്ങ് തീർത്തേക്ക്. ഹോ ഹോ ഹോ. കമല ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അപ്പോൾ ഇവനാണ് കമലേനെ കൊന്നിട്ട് കമലയുടെ സ്വത്തെടുത്ത് കാശ് ഉണ്ടാക്കി അതുകൊണ്ട് ബിസിനസ് നടത്താൻ പോകുന്നു അല്ലേടാ? ഹാ ഹാ ഹാ. ഡാടാ നിക്കടാ. ഒന്ന് പോറക്ക ചുമ്മാ. എന്താ ഇന്നാ പിടിച്ചോ? നീ എന്നെ അടിക്കാറാ? എന്താ നീ എന്നെ ഇടിക്കാറാടാ? ഇന്നാ പിടിച്ചോ ഈ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത കളി. ഓക്കെ, ശിവൻ നമ്മുടെ ഒരു ഒറ്റയടിക്ക് തന്നെ ഇവൻ ചത്തെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഈ ഷിൻചാൻ പോയിടാ. അതെ, അവൻ ചത്തിട്ടുണ്ട്. ഓക്കെ, അവനെയൊക്കെ നമ്മൾ കൊന്നു കളഞ്ഞു. ഓക്കെ, ഏട്ടാ ഷിൻചാനെ, ആ കമല എവിടെ? ഫ്രാങ്കൻബേ അവനെ കൊന്നപ്പോൾ തന്നെ കമല അപ്രത്യക്ഷമായി പോയി. അതായത് കമലയുടെ ആഗ്രഹം സാധിച്ചു. അതായത് കമലയുടെ ആത്മാവിന് ശാന്തി കിട്ടി ഫ്രാങ്കൻബേ. എന്താ? അപ്പോൾ കമലയുടെ ആഗ്രഹം സാധിച്ചു അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ പേരും കാര്യങ്ങളും വായിക്കണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. പക്ഷേ സബ്സ്ക്രൈബർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരും എല്ലാവർക്കും ബൈ.